നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും വരാൻ പോകുന്ന ദിവസങ്ങളെ നല്ലൊരു കഥ ആയിട്ടാലോ? എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും വരാൻ പോകുന്ന ദിവസങ്ങളിലെ കഥകൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണുകയും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ അലീന മനുഷ്യങ്ങളുടെ ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെ അക്ഷമയോടെ കാത്തിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അങ്ങനെ തലക്കില് മനുഷ്യങ്ങളുടെ ഹലോ കിട്ടും. അപ്പോഴേക്കും അലീനയ്ക്ക് ഒരു കുസൃതി തോന്നി. ഹലോ, ആരാ സംസാരിക്കണേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ അങ്ങേ തളിക്കുന്ന ഇത് മനുഷ്യങ്കർ മേനോനാന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീനയ്ക്ക് ശരിക്കും ചിരി വരുന്നുണ്ടായിരുന്നു. ഒന്നുകൂടെ ഒന്ന് പറ്റിക്കാന്ന് കരുതി. പക്ഷെ എന്നാലും അലീനയ്ക്ക് ചിരി പൊട്ടിപ്പോയി. അലീന ചിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഹലോ മനുവേട്ട എന്ന് വിളിച്ചു. പക്ഷെ പ്രതികരണം ഒന്നും ഉണ്ടായില്ല. ഇനിയിപ്പം പിണക്കോ ആയോ, ആരാ സംസാരിച്ചെന്നൊക്കെ ചോദിച്ചേ കബളിപ്പിച്ച് ഇഷ്ടപ്പെട്ടില്ലേ മനുവേട്ട? വീണ്ടും അവള് വിളിച്ചു മനുവേട്ടാന്ന് പറഞ്ഞ് വീണ്ടും അലീനെ വിളിക്കണം. പോയോ, ഇതെന്താ മിണ്ടാത്ത മനുവേട്ട? അപ്പോഴേക്കും മനുഷ്യൻ കുറഞ്ഞു, ഒന്നുകൂടെ വിളിക്ക്. അലീന മിണ്ടാ നിന്നു. ഇപ്പൊ നീ എന്റെ മുൻപിലുണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ ഞാൻ എന്താ ചെയ്യാൻ പോണെന്നറിയാവോ? 2 കൈ നീട്ടി കഴുത്തേ കൂടെ കെട്ടിപ്പിടിച്ചിട്ട് ആ നെറ്റിയിലൊരു ഉമ്മ അങ്ങോട്ട് തരും. അലീനയുടെ പ്രതികരണത്തിന് 2 നിമിഷം കാത്തു നിന്നിട്ട് അവൻ വീണ്ടും ചോദിച്ചു, അല്ല നിനക്കത് ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോഴും ഉത്തരമില്ല. ഇഷ്ടപ്പെട്ടാലും ശരി ഇല്ലെങ്കിലും ശരി ഞാനത് തന്നു കഴിഞ്ഞു, ഇനി തിരിച്ചെടുക്കാനൊന്നും പറ്റില്ല. 4-5 നിമിഷം കഴിഞ്ഞിട്ടാണ് അലീന പിന്നീട് ചോദിക്കുന്നത്, അതെ മനുവേട്ടൻ ബിസിയാണോ? ബിസി അല്ലെന്ന് മാത്രമല്ല, തൽക്കാലം ബിസി ആകാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ബിസിക്ക് ഞാൻ അവധി കൊടുത്തു, അവൾ കുറച്ച് സമയം വിശ്രമിക്കട്ടേന്നേ. അവന്റെ വർത്താനം കേട്ടിഞ്ഞപ്പോ അലീനയ്ക്ക് ശരിക്കും ചിരി വന്നുപോയി. അതെ, ബിസിക്ക് മാത്രം അവധി കൊടുത്തിട്ടുള്ളോ അതോ വേറെ വല്ലവർക്കും കൂടി ഉണ്ടോ? മനസ്സിലായി. ഞാനിവിടെ വേറെ പെൺകുട്ടികളുമായിട്ട് കിന്നരിച്ചോണ്ടിരിക്കുകയാണെന്നാണല്ലേ? മനുശങ്കറിന്റെ വാക്കുകൾക്കിടയിൽ ഒരു ചിരി വരുന്നുണ്ടായിരുന്നു. അല്ല, അവിടെ വേറെ പെൺകുട്ടികളൊക്കെ ഇല്ലേ? പിന്നെ ഉണ്ടല്ലോ. സത്യം പറഞ്ഞാലേ ഈ ഫോൺ കോൾ വരുമ്പോ ഞാനൊരു സുന്ദരിയായിട്ട് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു. മനുവേന്റെ കൂടെ ഒരുപാട് പെൺകുട്ടികൾ ജോലി ചെയ്യുന്നുണ്ടോ? പിന്നെയല്ലേ, ഇതൊരു വലിയ IT കമ്പനി അല്ലേ? വിവിധ സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്ന എത്രയോ പെൺകുട്ടികളുണ്ട്. മലയാളി കുട്ടികള്, തമിഴ്ത്തുകള്, തെലുങ്കത്തികള്, നോർത്ത് ഇന്ത്യൻസ്, അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. സുന്ദരികൾ മാത്രമല്ല സുന്ദരന്മാരും ഉണ്ട്. അല്ല, എന്നിട്ട് അതിൽ ആരോട് മനുവായിട്ട് ഇഷ്ടം തോന്നിയിട്ടില്ല ഇതുവരെ? തോന്നിയിട്ടില്ലെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ അടുത്ത് കള്ളം പറയാൻ വയ്യ. നിന്നോടൊരു നുണ പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഞാൻ എന്നെ തന്നെ ചീറ്റ് പോയെന്ന് തോന്നല. കഴിഞ്ഞ 2 വർഷത്തിനിടയ്ക്ക് 3 പേരോടൊക്കെ ചെറിയൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ട്. അത് പിന്നെ പുറമേ കാണുമ്പോഴുള്ളൊരു ഭംഗി, സംസാരം, ചിരി, അവരുടെ ഫിഗറെ കാണുമ്പോൾ നമുക്കൊരു ഇഷ്ടം തോന്നില്ലേ? ആ ഒരു ആകർഷണം അത്രേ ഉള്ളന്നേ. കൂടുതൽ സംസാരിച്ച് വരുമ്പോ ആ ഇഷ്ടമൊക്കെ താനും അലിഞ്ഞു പോകും. മനസ്സിൽ നിന്ന് അപ്പത്തേനും ഒരു സിഗ്നൽ വരും, എടാ മോനെ വേണ്ട, ഇത് നിനക്ക് സ്യൂട്ടാവില്ലെന്ന്. ഓ, അങ്ങനെ ഇടയ്ക്ക് മാറിക്കളയുമ്പോൾ അവർക്ക് സങ്കടമാവില്ല മനുവേട്ട? എന്റെ പൊട്ടിപ്പെണ്ണെ, അത്രയ്ക്ക് അടുത്തിട്ടൊന്നും ഞാൻ ചെന്നിട്ടില്ല. ഒരടയാളം പോലും കൊടുക്കില്ല. അവർക്ക് തിരിച്ചിങ്ങോട്ടൊന്നും തോന്നിയിട്ടുണ്ടാവില്ല. എന്റെ മനസ്സിൽ മാത്രം ഒരു തീപ്പൊരി പോലെ ഒന്ന് മിന്നിവായും. എല്ലാം അങ്ങനെ തന്നെയാ. പിന്നെ ഞാൻ തന്നെ അരിച്ചു പെറുക്കി നോക്കിയിട്ട് അതങ്ങോട്ട് വിട്ടുകളയും. അല്ല, ഇങ്ങോട്ടൊരു ഇഷ്ടം ആർക്കും ഇതിലോട്ട് തോന്നിയിട്ടേ ഇല്ല. ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, അങ്കമാലിക്കാരി. എന്നോടൊന്നും തുറന്നു പറഞ്ഞിട്ടൊന്നുമില്ല. എന്നാലും നമുക്ക് കണ്ണിൽ നോക്കുമ്പോഴേ അറിയാലോ, ഇടയ്ക്ക് നമുക്ക് ഒരിത് തോന്നും. വെറുതെ ഇടയ്ക്കിടയ്ക്ക് എന്റെ അടുത്തേക്ക് വരും. എന്നിട്ട് വെറുതെ സംസാരിക്കാനോ സംശയം ചോദിക്കാനോ ഒക്കെ. എന്നിട്ടോ 4-5 ദിവസം മുമ്പ് അവളൊന്ന് വന്ന് നോക്കിയപ്പോഴ് എന്റെ ലാപ്ടോപ്പിൽ സ്ക്രീൻ സേവർ ആയിട്ട് കിടക്കുന്ന ആരുടെ പടം എന്നറിയോ? ഒരു പെൺകുട്ടിയുടെ പടം. ഇതാരാണെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണാണെന്ന്. അതിനുശേഷം അവൾ എന്റെ ക്യാബിലേക്ക് വന്നിട്ട് പോലുമില്ല. കഷ്ടം. ആ കുട്ടി എത്രമാത്രം വിഷമം തോന്നിയിട്ടുണ്ടാവും ആ കുട്ടിക്ക്. അതിന് ഞാനെന്ത് പഠിച്ചു? എനിക്ക് ആ കുട്ടിയോട് അങ്ങനെ ഇഷ്ടം തോന്നിയിട്ടില്ലല്ലോ. മനുവേട്ടന് അങ്ങനെ ആരെങ്കിലും ഇഷ്ടപ്പെടണോ? ഒരുപാട് അരിച്ചരിച്ച് നോക്കി എല്ലാം തികഞ്ഞവനായിട്ട് ആരാ ഉള്ളത്? നമുക്കും ഇല്ലേ കുറ്റങ്ങളും കുറവുകളും. തമ്മി ഭേദമാണെന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് അങ്ങനെ നോക്കിയിട്ട് തന്നെ ഞാനിപ്പോ സെലക്ട് ചെയ്തിരിക്കുന്നത്. എന്റെ ലാപ്ടോപ്പിൽ മാത്രമല്ല, ആ സ്ക്രീൻ സേവർ എന്റെ ഹൃദയത്തിലും ഉണ്ട്. ഇനി വേറൊരു പെൺകുട്ടിക്ക് അങ്ങോട്ട് കിടക്കാനായിട്ട് ഒരു സാധ്യത പോലും ഇല്ല. മനുവേട്ട ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞോ? പിന്നെ പറയാതെ എപ്പോഴേ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അതുകൊണ്ട് എനിക്ക് അതിനെ പറ്റി ഒരു ടെൻഷനും ഇല്ലാന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീന പറഞ്ഞു, ഞാനൊരു കാര്യം പറയാം മനുവേട്ട. അലീനയുടെ സ്വരത്തിൽ അല്പം ഒരു വിഷാദമൊക്കെ ഉണ്ടായിരുന്നു. എനിക്കറിയാം, ആ പഴയ പല്ലവി തന്നെയല്ലേ നിന്നെ സഹോദരിയെ പോലെ കാണണമെന്ന്. അതെ, ഞാൻ വെറുതെ പറയുന്നതല്ല, തക്കതായ കാരണം ഉണ്ടായിട്ടാ മനുവേട്ട. മഹാലേന്ദ്രമേനോന് മറ്റൊരു സ്ത്രീ ജനിച്ച മകളെ കല്യാണം കഴിക്കാൻ എനിക്കെന്താ തടസ്സം? മനുവേട്ട പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ശരിക്കും ഞാനാണെന്ന് മനുവേട്ടന് അറിയത്തില്ല. അറിയാം, ജയന്തിയായിട്ടും പ്രസവിച്ച മോളാണ് നീ എന്ന് എന്നോട് വളരെ മുമ്പ് തന്നെ പറഞ്ഞിട്ടില്ല. എനിക്കത് അറിയാന്ന് പറഞ്ഞു. അലീന ഞെട്ടിപ്പോയി. അത് മാത്രല്ല അറിയാവുന്ന, നീ ഇപ്പോൾ താമസിക്കുന്ന നിന്റെ സ്വന്തം അച്ഛനായ സ്റ്റാൻലി ജോസഫിന്റെ വീട്ടിലാണെന്നും അറിയാം.
അലീനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരവസ്ഥയിൽ അലീന ഇങ്ങനെ നിൽക്കുകയാണ്. അതെ, അങ്കിളിനെ തെറ്റിദ്ധരിക്കേണ്ട. എന്റെ ഊഹം ശരിയാണെന്ന് ചോദിച്ചപ്പോ അങ്കിൾ സംഭവിച്ചെന്നേ ഉള്ളൂ. അല്ലാതെ അങ്കിൾ എന്നോട് കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ അങ്കിളിന് ഞാൻ വാക്ക് കൊടുത്തിരുന്നു, ആരോടും, നിന്നോട് പോലും ഇതിനെക്കുറിച്ച് ഞാൻ ഒന്നും പറയത്തൊന്നുമില്ലാന്ന്. അതുകൊണ്ടാണ് ഞാൻ നിന്നോടൊന്നും ഇതിനു മുമ്പൊന്നും പറയാതിരുന്നേ. അതെ, ഞാൻ ഫോൺ വെച്ചോട്ടെ. വെക്കരുത്. ഞാനിതെല്ലാം അറിഞ്ഞുകൊണ്ട് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. നിന്നോടൊരിക്കൽ സ്നേഹവും പെരുമാവും കൂടിയിട്ടല്ലേ ഉള്ളൂ. അലീനയ്ക്കാണെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. അലീന എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അവനെ വിളിക്കുകയാണ്. അല്ല, ഞാൻ നിന്നെ വേദനിപ്പിച്ചോ? ഇല്ല. പേടിപ്പിച്ചോ? ഇല്ല. അല്ല, നീ വല്ലാതെ പേടിച്ച പോലെ ഉണ്ടല്ലോ. ഒന്നുമില്ല മനുവേട്ടാ, ഞാൻ വെച്ചോട്ടെ പ്ലീസ്. അലീന, നീ എന്തിനാ എന്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ ഒളിച്ചോടുന്നേ? എത്ര ധൈര്യത്തോടെ നീ ഓരോരോ പ്രശ്നങ്ങളെയൊക്കെ നേരിടുന്നേ. ഞാൻ പോലും അതിശയിച്ചു പോയിട്ടുണ്ട്. എന്നിട്ടിപ്പം എവിടെ ഒളിച്ചാലും നിന്നെ എനിക്ക് നന്നായിട്ടറിയാം. നിന്റെ മനസ്സും ചിന്തയും എല്ലാം എനിക്ക് നന്നായിട്ടറിയാം. അതെ, ഞാനിപ്പോ വേറെ ഒരു വീട്ടിലാ മനുവേട്ട. കടപ്പാട്ടൊരു വീട് പോലെയല്ല. സാഹചര്യങ്ങളൊക്കെ മാറി. എന്റെ പപ്പായ്ക്കിനി എന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കാനുള്ള അധികാരം. മനസ്സിലായി. വേറൊരു മതവും സംസ്കാരവും ഒക്കെ എനിക്കറിയാം. പക്ഷെ ഒരു ക്രിസ്ത്യ ഫാമിലി അംഗം എന്ന പോലെ തന്നെ ഒരു ഹിന്ദു ഫാമിലിയിലും കൂടിയാണ് നീ. നിനക്ക് ഏത് പക്ഷത്തും വരാം. അതായത് വൈജയന്തി ഹിന്ദു ആണല്ലോ. ആർക്കെങ്കിലും ഇഷ്ടപ്പെടുവോ മനുവേട്ടത്? എന്റെ പപ്പായ്ക്കും കുടുംബക്കാർക്കും ഇഷ്ടപ്പെടുവോ? മനുവേട്ടന്റെ വീട്ടുകാർക്ക് ആർക്കെങ്കിലും സമ്മതമായിരിക്കുവോ? മനുവേട്ടന് എന്നേക്കാളൊക്കെ എത്ര നല്ല പെൺകുട്ടിയെ കിട്ടും. എന്താ സംശയം? നിന്നേക്കാൾ സുന്ദരികളായ പലരും ഇവിടെ തന്നെ ഉണ്ട്. 10, 20, 30 ലക്ഷം, എത്ര ലക്ഷം വേണമെങ്കിലും സ്ത്രീധനം തന്ന സൗന്ദര്യം കണ്ടൊന്നും അല്ല ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടത്. എന്റെ മനസ്സിനിണങ്ങിയ പെണ്ണാണെന്ന് തോന്നിയിട്ടാ. മറ്റുള്ളവരുടെ മനസ്സ് കാണാനും അവരുടെ സങ്കടങ്ങളൊക്കെ തിരിച്ചറിയാനും നിനക്കൊരു പ്രത്യേക കഴിവുണ്ട്. അതൊക്കെ ഞാൻ പണ്ടേ കണ്ടിട്ടുള്ള. ഞാൻ അത്രയൊക്കെ ചിന്തിച്ചിട്ടുള്ളൂ. പിന്നെ നിനക്ക് എന്നെ മനസ്സിലാക്കാൻ സാധിക്കും. എന്റെ മനപ്രയാസങ്ങളൊക്കെ തുടച്ചു മാറ്റാൻ നിന്നെ കൊണ്ട് പറ്റും. അതിൽ കൂടുതൽ എനിക്കെന്താ വേണ്ടേ? അല്ലാതെ പണവും പ്രതാപവും കണ്ടിട്ടൊന്നുമല്ല ഞാനൊരു ബന്ധം തെരഞ്ഞെടുക്കുന്നേ. നിന്റെ തീരുമാനം എന്താണ് ശരി. നീ ഇല്ലാതെ മുന്നോട്ട് പോകുന്നേ എനിക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. മനുവേട്ട, എന്റെ അവസ്ഥ എനിക്ക് ശരിക്കും സങ്കടം വരുന്നുണ്ടായിരുന്നു. കരയണ്ട. ഞാനൊന്നിനും നിർബന്ധിക്കാനൊന്നും വരുന്നില്ല. എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ മാത്രം മതി. സമ്മതിച്ചില്ലെങ്കിൽ മനുവേട്ടന്റെ ജീവിതം കോഞ്ഞാട്ടയായി പോകുന്നുള്ള സിമ്പതിയൊന്നും വേണ്ട. ഇതുവരെ നിനക്ക് എന്നോട് സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ നിന്റെ മുഖത്ത് ഞാനത് കണ്ടിട്ടുണ്ട്. ഇനി മറ്റൊരാളാണ് എന്നെക്കാൾ യോഗ്യനെന്ന് തോന്നിയോ ഓക്കെ, പരാതിയൊന്നുമില്ല. ആശ്ചര്യ പെണ്ണിൻകുട്ടിയോടൊപ്പം ജീവിക്കുന്ന പുരുഷന്റെ സാക്ഷാത്കാരം എന്നൊന്നും മഹാസങ്കല്പമൊന്നും എനിക്കൊന്നുമില്ല. ഓക്കെ, നമുക്ക് തൽക്കാലം ഈ വിഷയം വിടാം. നിനക്ക് പുതിയ സ്ഥലം, പുതിയ വീട്, പുതിയ അച്ഛൻ, പുതിയ ജീവിതം. അപ്പം മനുവേട്ടൻ ഇപ്പൊ എന്നോട് ദേഷ്യമല്ലേ? അല്ല, എനിക്ക് സങ്കടം വരുന്നുണ്ടായിരുന്നു. മനുശങ്കറിന് അത് മനസ്സിലായി. പക്ഷെങ്കില് മനുശങ്കർ അതിനും മറുപടി ഒന്നും പറഞ്ഞില്ല. അപ്പോഴേക്കും അലീന പറഞ്ഞു, മനുവേട്ട എന്നോട് ദേഷ്യപ്പെടല്ല. എന്റെ അവസ്ഥ കൊണ്ട് ഞാൻ പറഞ്ഞല്ലേ. അങ്ങനെ പിന്നീട് കുറച്ച് സമയം കൂടെ മനുശങ്കർ അലീനോട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അലീന മനുശങ്കരുടെ ദേഷ്യമൊക്കെ മാറ്റി. ഒടുവിലും മനുശങ്കരോട് പറഞ്ഞു, ഇനി മനുവേട്ടനെ ലീവിന് ചെന്ന് കഴിയുമ്പോ കടപ്പാട്ട് വീട്ടിൽ പോണോട്ടോ. അവിടുന്ന് പോന്ന ശേഷം അവിടെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. എന്നോടുള്ള വാശിക്ക് അമ്മ അവിടുത്തെ ടൈം ടേബിളൊക്കെ മാറ്റിമറിച്ചിരിക്കുക. രോഹിത്തും ബബിതയും കൃഷ്ണമോളൊക്കെ ആണെങ്കിൽ ആകെപ്പാടെ വിഷമിച്ചിരിക്കുക. രോഹിത്തിന് വഴി തെറ്റിപ്പോലെന്ന് എനിക്കറിയാം. പക്ഷെ ബബിത, മനുവേട്ടൻ അവളോടൊന്നും സംസാരിക്കണേ. അവൾക്ക് പെട്ടെന്ന് മനസ്സടിയും. പിന്നെ ഒന്നും നോക്കാനില്ല, ആരെ ഭാഗിക്കില്ല. അറിയാലോ, സ്നേഹം കൊണ്ടല്ലാതെ അവളെ അനുസരിപ്പിക്കാനൊന്നും പറ്റില്ല. ഇനി എന്നാ മനുവേട്ടൻ വീട്ടിൽ പോണേ? അതെ, ഈ വീക്കെൻഡിൽ പോയേക്കാം. നീ എന്റെ അടുത്ത് റിക്വസ്റ്റ് വെച്ചല്ലേ? അതെ, മനുവേട്ടന് ഇതിനു വേണ്ടി മാത്രമായിട്ട് പോണ്ട. അല്ല അലീന, നീ എന്നെ വിളിച്ച് ഇതിനു വേണ്ടി മാത്രമല്ലേ? ഓക്കെ, അത് ഞാൻ ചെയ്തോളാം. വേറെ വല്ലതും പറയാനുണ്ടോ? എന്റെ അടുത്തുള്ള ദേഷ്യം പോയോ? ഇല്ല, കംപ്ലീറ്റ് ദേഷ്യം പോയി. അല്ല, കുറച്ച് ദേഷ്യം ഉണ്ടെങ്കിൽ എന്താ കുഴപ്പം? അതെ, മനുവേട്ടൻ എന്റെ അടുത്ത് ദേഷ്യം പെടുമ്പോ എനിക്ക് ഭയങ്കര സങ്കടം വരും. എന്താ അതൊന്നുകൂടെ പറഞ്ഞേ. അതെ, ഞാൻ ഫോൺ വെക്കുവാണെ വെച്ചു. അവൾ പെട്ടെന്ന് കോള് കട്ട് ചെയ്തു. അലീന കുറച്ച് സമയം ഇങ്ങനെ ഒന്ന് ആലോചിച്ചു നിന്നു. അലീനയ്ക്ക് വല്ലാത്തൊരു സങ്കടവും സന്തോഷം എന്താണെന്നറിയില്ല. മനുഷ്യ അങ്ങനെ വിളിച്ചു കഴിയുമ്പോൾ വല്ലാത്തൊരു സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ സ്നേഹം തനിക്ക് കിട്ടുമോ എന്നൊന്നും അറിയത്തില്ല. ഇത് തനിക്ക് സ്വീകരിക്കാൻ പറ്റുന്നതാണോ, അംഗീകരിക്കപ്പെടുന്നതാണോ? അവൾക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. മനുവിന് തന്നെ അത്രമാത്രം ഇഷ്ടമാന്നുള്ള കാര്യം അതിൽ എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. അങ്ങനെ അത് കുട്ടിച്ചാനും പുനലൂർക്ക് തിരിച്ചു പോവുകയാണ്. ബൈജുവാണ് കൊണ്ടേ വിടാനായിട്ട് പോന്നെ. അവധി കുട്ടിച്ചായനോടൊപ്പം അലീനയും കൂടെ മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. അതെ, ഞാൻ പോയിട്ട് നാളെയോ മറ്റന്നാളോ ഇങ്ങോട്ട് വരും. അലീനയോട് അവള് പറഞ്ഞു, അതെ, ഈ പുനലൂരെന്ന് പറയുന്നേ ഒരുപാട് അകലെയൊന്നും അല്ലെന്നേ. വേണമെങ്കിൽ ഇന്ന് തന്നെ തിരിച്ചു വരാനുള്ളതേ ഉള്ളൂ. അവിടെ ചെന്നിട്ട് വേറെ ചില ഇടപാടുകളൊക്കെ ഉണ്ട്.
അതെ, വല്യപ്പച്ചൻ പോകുമ്പോഴേ ഞാൻ ഒറ്റയ്ക്ക് അതുപോലെ തോന്നുക. ഞാനും കേരളം കൂടെ പിണക്കാണെന്ന് അറിയാലോ. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അത് കൊട്ടിച്ചാൻ പറഞ്ഞു, തൽക്കാലം നീ അവൻ്റെ അടുത്ത് ഗുസ്തിക്കൊന്നും പോകണ്ട, അടുക്കളയിലും കയറണ്ട. പക്ഷേ നാളെ ഞാൻ സമരം തുടങ്ങും. നീ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാ? മുദ്രാവാക്യം മുഴക്കുവോ? ഈ മുറ്റത്ത് കൊടിയും പിടിച്ചോണ്ടെന്ന് മുദ്രാവാക്യം വിളിക്കുവോ നീയാ? അതിനൊക്കെ ഞാനൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട്. വല്യപ്പച്ചൻ പോയിട്ട് വാ. അടുത്ത തവണ പോകുമ്പോ നമുക്കൊന്നിച്ചു പോണം. നിനക്ക് നിന്റെ തറവാട് കണ്ടായോ? അത് ഞാൻ ഇവിടെ നിന്ന് കാലം ഉറപ്പിച്ചോട്ടെ വല്യപ്പച്ച. അത് ശരിയാ. എന്നാ ഞാൻ പോയിട്ട് വരാം മോളെ. അലീന തലയാട്ടി. അലീന വന്ന് തലയാട്ടി. അങ്ങനെ അവധി കുടിച്ചാൻ പോയി കാറിൽ കയറി. കാറ് പോയി. വൈകിട്ടൊരു 4 മണിയോടുകൂടി കാറിന്റെ മറ്റൊരു കാറ് ബംഗ്ലാവിന്റെ മുറ്റത്തേക്ക് വന്നിരുന്നു. ആ സമയത്ത് ആന്റപ്പൻ സിറ്റൗട്ടിലുണ്ടായിരുന്നു. കാറിൽ നിന്ന് മധ്യവയസ്കയായ സ്ത്രീയും ജീൻസ് ഷർട്ട് വിട്ട ഒരു പെൺകുട്ടിയും കൂടെ ഇറങ്ങി. അലീന ഇത് കണ്ടു. ആന്റപ്പൻ അപ്പോഴേക്കും ഓടിച്ചെന്ന് സ്റ്റാൻലിയുടെ മുറിയിലേക്ക് പോയി. സ്റ്റാൻലി സോഫയിൽ ചാരിക്കിടന്ന് TV കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അയാൾ തലതിരിച്ച് ആന്റപ്പനെ ഒന്ന് നോക്കി. ആ നോട്ടത്തിന്റെ അർത്ഥം തന്നെ ആന്റപ്പൻ അറിയാം. സാർ, റീത്താമ്മ കൊച്ചമ്മ ടാനിയമോളും വന്നിട്ടുണ്ട്. സ്റ്റാൻലി TVയിലേക്ക് തന്നെ വീണ്ടും കണ്ടുനിട്ടു. എവിടെ? കാറി വന്നിട്ടുണ്ട്. വരട്ടെ, അതിനെന്താ, നീ പോയി നിന്റെ പണി നോക്ക. ആന്റപ്പൻ വാതിൽ ചാരിയിട്ട് പോയി. അല്പം കഴിഞ്ഞ് കഴിഞ്ഞപ്പത്തിനും വാതിലിൽ തട്ടും ശബ്ദം കേൾക്കുന്നു. യെസ് കമ്മിൻ എന്നൊക്കെ സ്റ്റാൻലി പറഞ്ഞു. അപ്പോഴേക്ക് റീത്താമ്മയും ടാനിയും മുറിയിലേക്ക് കയറി വന്നു. സോഫയിലും കാർപ്പറ്റിലും ഉണ്ടായിരുന്ന നായ്ക്കൾക്ക് സ്റ്റാൻലി എന്തോ ഒരു ഉത്തരവ് കൊടുത്തു കഴിഞ്ഞപ്പത്തിനും അവ അങ്ങോട്ട് മുറിവേറ്റ് എഴുന്നേറ്റ് പോയി. ഗുഡ് ഈവനിങ് എന്നൊക്കെ പറഞ്ഞോണ്ടായിരുന്നു ടാനിയ വന്നത്. ശരി, ഗുഡ് ഈവനിങ്. റീത്താമ്മോ ഇവിടെ ഇരിക്കു ബാന്നൊക്കെ പറഞ്ഞു. ഓ, പട്ടികളിരുന്ന കസാരയല്ലേ ഇതെല്ലാം. അതെ, അതൊക്കെ അന്തസ്സുള്ള പട്ടികളാ. ഞങ്ങളുടെയൊക്കെ വീട്ടിലെ പട്ടികൾ എത്ര വളർന്നാലും മനുഷ്യരുടെ അന്തസ്സ് ഒരിക്കലും അവറ്റകൾക്കൊന്നും കിട്ടത്തില്ല. നിങ്ങളുടെ വീട്ടിലെ പട്ടികൾക്ക് നിങ്ങളെക്കാൾ വരാൻ പറ്റില്ലെങ്കിലും നിങ്ങൾക്ക് പട്ടികളെക്കാളും താഴാൻ പറ്റുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. സ്റ്റാലിയും വിട്ടുകൊടുക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴാരാ സ്റ്റാലി തൻ താഴ്ന്നേ? ഞങ്ങളൊരു വാർത്ത അറിഞ്ഞിട്ട് വരികയാണ്. സ്റ്റാലി ഇവിടെ ഒരു വെപ്പാട്ടിയെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ടുണ്ടെന്ന്. സ്റ്റാലിയുടെ മുഖമൊക്കെ അങ്ങോട്ട് ചുമന്നു. ദേ, ഒരു മുന്നറിയിപ്പ് ഞാൻ ആദ്യമേ തരിക. സ്റ്റാൻലി അവരുടെ മുഖത്തിന് നേരെ വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു, മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ്റില്ലെങ്കിൽ ഈ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോളാം. ഇല്ലെങ്കിൽ സ്ത്രീയാണെന്ന് ഞാൻ നോക്കത്തില്ല, അടിച്ചിറക്കും ഞാനാ. മര്യാദകൾ കാണിക്കുന്ന ഒരു കുഴപ്പമില്ലേ? ആരാണല്ലേ സ്റ്റാലി ഇവിടെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്ന ആ പെണ്ണ്? ഇങ്ങനെ മാന്യമായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അന്തസ്സായിട്ട് സ്റ്റാൻലി മറുപടി അറിയും. അതെ, അതെന്റെ മകളാണ്. ഇതാണോ സ്റ്റാൻലി അന്തസ്സുള്ള മറുപടി? സ്റ്റാൻലിക്ക് എത്ര മക്കളുണ്ട്? എനിക്കിപ്പോൾ 4 പേരുണ്ട് മക്കള്. ഒരെണ്ണം എവിടെ നിന്ന് വന്നു? എന്റെ അനുജത്തി എലിസമ്മ 3 മക്കളെ പ്രസവിച്ചതായിട്ട് മാത്രമേ എനിക്കറിയത്തുള്ളൂ. നമ്മുടെ കുടുംബത്തിൽ ആർക്കും അത്രമാർക്ക് അറിയാവുള്ളൂ. സ്റ്റാൻലി എലിസമ്മയെ അല്ലാതെ വേറെ ആരെയും കല്യാണം കഴിച്ചതായിട്ടും എനിക്കറിയത്തില്ല. എലിസമ്മയെ അല്ലാതെ വേറൊരു പെണ്ണ് സ്റ്റാൻലിയുടെ ഒരു മകളെ പ്രസവിച്ചെന്ന് കരുതിയാൽ മതി. അത് എവിടുത്തെ അന്തസ്സാ സ്റ്റാൻലി? നാഴേക്ക് 40 വട്ടം അന്തസ്സിന്റെ കാര്യം പറയുന്നവരാണല്ലോ സ്റ്റാൻലി. ഇത് പട്ടാളക്കാരന്റെ അന്തസ്സാണോ അതോ കൊട്ടാരമറ്റം തറവാന്റെ അന്തസ്സോ? സ്റ്റാൻലിക്ക് അല്പം ക്ഷീണമായി. റീത്താമ്മ പറയുന്നത് ന്യായമാണ്. തറകിച്ചിട്ട് കാര്യമൊന്നുമില്ല. സ്റ്റാൻലി നേരെ വിഷയത്തിലേക്ക് വന്നു. അതെ, റീത്താമ്മയ്ക്ക് എന്തൊക്കെ അറിയണം? വെറുതെ ഇവിടെ കിടന്ന് നാവിട്ടിളക്കരുത്. ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം തരും ഞാൻ. അല്ല, എലിസമ്മയുടെ കഴുത്തിലല്ലേ സ്റ്റാൻലി താലി കെട്ടിയത്? ഇനി വേറൊരു സ്ത്രീയിലും മക്കളുണ്ടെന്ന് പറഞ്ഞ എന്താ അതിനർത്ഥം? ഇനി വേറെ എത്ര വെപ്പാട്ടിമാരും മക്കളും വരാനുണ്ട്? അതൊന്നും അറിഞ്ഞാൽ കൊള്ളാം. അതെ, ഞാൻ ആദ്യമേ പറഞ്ഞു കേട്ടോ, മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന്. സ്റ്റാൻലിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. വെപ്പാട്ടിന്ന് ഒരു പ്രയോജനം ഇവിടെ കേട്ടുപോയക്കരുത്. സ്റ്റാൻലിക്ക് നല്ല ദേഷ്യം. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതുവരെ ഇല്ലാതിരുന്ന ഒരു മകൾ ഇപ്പോഴുണ്ടല്ലോ, പിന്നെ എങ്ങനെ ഉണ്ടായത്? റീത്താമ്മയുടെ സ്വരത്തിലാണ് കുറച്ച് ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാനേ എൽസമ്മയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ള ഒരു അഫയർ സംഭവിച്ചു പോയതാണ്. ഓ, എങ്കിൽ പിന്നെ എന്തിന് എന്റെ അനുജത്തിയുടെ ജീവൻ തൊലിച്ചു? അവളെ തന്നെ കല്യാണം കഴിച്ചോ? ഒന്ന് ജീവിച്ചു കൂടായിരുന്നോ? അങ്ങനെയൊക്കെയായിരുന്നു ആഗ്രഹം. അതൊന്നും നടന്നില്ല റീത്താമ്മേ. ഓ, ഇനിയിപ്പോ എലിസമ്മയും മക്കളെ എന്ത് ചെയ്യണം? അതുകൂടി ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. അവരൊന്നും ചെയ്യണ്ട, അവരവരുടെ കാര്യം നോക്കി ഇപ്പോഴിരിക്കുന്നിടത്ത് തന്നെ അടങ്ങി ഒതുങ്ങി ഇരുന്നാ മതി. ഓ, അങ്ങനെ ഇരുന്നാ പോരല്ലോ, പുറത്തിറങ്ങി നടക്കണ്ടേ അവർക്ക്? ഇനി ഇത് വൈകാതെ നാട് മുഴുവൻ പരക്കും. സ്റ്റാലിക്ക് പിഴച്ചുണ്ടായ ഒരു മകളുണ്ടെന്ന്. അവളിപ്പോ സ്റ്റാലിയുടെ കൂടെയാണ് താമസമെന്ന് ആരെങ്കിലും ചോദിച്ചാൽ എലിസമ്മ എന്ത് ഉത്തരം പറയണം? അതെ, എലിസമ്മ എന്തെങ്കിലും ഉത്തരം പറഞ്ഞോളൂ. അതോർത്ത് റീത്താമ്മ വിഷമിക്കണ്ട. അല്ലെങ്കിൽ അവൾ എന്നോട് വന്ന് ചോദിക്കട്ടെ, ഞാൻ ഉത്തരം പറഞ്ഞു കൊടുത്തോളാം. മക്കളുണ്ടല്ലോ വേറെ സ്റ്റാലിക്ക്. കുടുംബത്തിൽ ജനിച്ചവര്. ഈ നിൽക്കുന്ന സ്റ്റാലിയുടെ മോളാണല്ലോ. ഇവൾക്ക് കോളേജിൽ പോണ്ടേ? പപ്പായ്ക്ക് ഒരു രഹസ്യ പുത്രനുണ്ടെന്ന് കേട്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഇവളെന്തോ മറുപടി പറയും. ഇവളുടെ തല താണു പോയില്ലേ സ്റ്റാലി? ഈ മാളുടെ മനസ്സിൽ തട്ടുന്ന അപമാനത്തിന് സ്റ്റാലിയുടെ കൈ മറമരുന്നുണ്ടോ? പട്ടാളക്കാരന്റെ തൊപ്പി വെക്കുന്ന
കീർത്തിമുദ്ര യൂണിഫോമിൽ തുന്നിച്ചിറക്കുന്ന മെഡലോ സ്റ്റാറോ ഒന്നും അല്ലല്ലോ ഒരഭീത സന്ധ്യതയിലൂടെ അപ്പനാണെന്നും ദുഷ്പേര്. ആണോ സ്റ്റാലിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. റീതാമേ, ഞാനൊരു പെണ്ണിനെ സ്നേഹിച്ചു എന്നുള്ളത് ശരിയാ, അത് പരാജയപ്പെട്ടു പോയി. ഇനി ഒരു മകള് ജീവിച്ചിരിപ്പണമെന്ന് എനിക്കറിയില്ലായിരുന്നു. അറിഞ്ഞപ്പോ ഞാൻ അവളെ ഏറ്റെടുത്തു. അതെന്റെ കടമയാണെന്ന് തോന്നി. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. അതെ, ഇതൊരു ഭാര്യയ്ക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യമാണോ? സ്റ്റാലിയുടെ മക്കൾ പൊരുത്തപ്പെടാൻ കഴിയുന്ന സംഗതിയാണത്. സ്റ്റാലി അവരോട് ആലോചിച്ചിട്ടാണ് ഇങ്ങനെ വിളിച്ചു വരുത്തിയേക്കുന്നത്. ഇങ്ങനെ ഒരുത്തിയെ വിളിച്ചു വരുത്തി ഇവിടെ താമസിപ്പിക്കാൻ അതൊക്കെ ചോദിക്കണ്ടേ? എന്തുദ്ദേശത്തിലത്? അത് റീതാമേ, ഏകദേശം ഒരു 24 വർഷം മുമ്പ് സംഭവിച്ച കാര്യമാണ്. അന്ന് എലസമ്മ എന്റെ ഭാര്യയായിരുന്നില്ല. എനിക്ക് 2 മക്കളും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അവിടെ ആലോചിക്കേണ്ടതെന്ന് തീരുമാനിച്ചു. അല്ലെങ്കിലും ആരുടെ അഭിപ്രായം ചോദിച്ചിട്ടല്ല സ്റ്റാലി ഇന്നുവരെ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോ അത് മാറ്റാനൊന്നും ഉദ്ദേശിച്ചിട്ടുമില്ല. അതെ സ്റ്റാലി, ഒരു കാര്യം മനസ്സിലാക്കിക്കോ. എലിസമ്മ അവരുടെ മക്കളും ആരും ഇല്ലാത്തവരൊന്നുമല്ല. പുളിക്ക തറവാട്ടിൽ എന്തിനു പോകുന്ന ആണുങ്ങളുണ്ടായിരുന്നു എല്ലാ കാലത്തും. ഇപ്പോഴും അതിന് കുറവൊന്നുമില്ല. ഞങ്ങൾക്ക് 1ഉം 2ഉമല്ല, 4 ആംഗ്ലമാരുണ്ട് ചോദിക്കാനും പറയാനും. അതും പോരെങ്കിൽ ഈ നാട്ടിൽ പോലീസുണ്ട്, കോടതിയുണ്ട്, പള്ളി പാതിയൊക്കെ ഉണ്ട്. ഇത് ഞങ്ങൾ വെറുതെ വിടില്ല സ്റ്റാലി. റീതാമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ റീതാമ്മ ചെയ്തു. പക്ഷെ അതിനു മുമ്പ് ഒന്ന് ചിന്തിച്ചേക്കണം. കഴിഞ്ഞ 24 വർഷം കൊണ്ട് കുളത്തൂപ്പുഴ ടൗണിലെ പാലത്തിനിടയിൽ കൂടി ഒഴുകിപ്പോയ വെള്ളം മുഴുവൻ തിരിച്ചുകൊണ്ട് റീതാമ്മയ്ക്ക് പറ്റുമോ? മീൻമുട്ടിയാറ് തലകുത്തനെ തിരിച്ചു പിടിക്കാൻ പറ്റുമോ? ഇല്ല. തിരിച്ചു പിടിച്ചാലും പറ്റുമോ? ഇല്ല. 24 വർഷം മുൻപ് ജനിച്ച കുഞ്ഞിനെ തിരിച്ച് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒളിപ്പിക്കാൻ പറ്റുമോ? അവളുടെ അപ്പന്റെ സ്ഥാനത്ത് നിന്ന് സ്റ്റാലിയുടെ പേര് വെട്ടിക്കളയാൻ പറ്റുമോ? അതൊക്കെ സ്റ്റാലിയുടെ ന്യായം. പക്ഷെ നീതിമാന്മാര് നോക്കുമ്പോൾ ഞങ്ങളെ പക്ഷത്തായിരിക്കും യഥാർത്ഥ ന്യായം. ഇങ്ങനൊരു മകളുണ്ടെങ്കിൽ അവൾക്ക് അവകാശവാദം ഉന്നയിക്കാതെ അത് അംഗീകരിക്കേണ്ട ആവശ്യമൊന്നും സ്റ്റാലിക്കില്ല. അവളെ ഇവിടെ കൊണ്ടുവന്ന് കൂടെ താമസിപ്പിക്കേണ്ട ആവശ്യമില്ല. ഭാര്യയ്ക്കും മക്കൾക്കും ഉണ്ടാക്കിയുടെ അപമാനത്തിന് സ്റ്റാലിൻ കണക്ക് പറയേണ്ടതായിട്ട് വരും. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ സ്റ്റാലിക്ക് നല്ല ദേഷ്യം വന്നു. അതെ, പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞെങ്കിലേ റീതാമ്മയ്ക്ക് പോവാം. സ്റ്റാലിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. പോവുക, പക്ഷെ ഇനിയും വരും. റീതാമ്മയുടെ സ്വരം കുറച്ചും കൂടെ കനത്തു. അവൾ ടാനിയുടെ കയ്യിലേക്ക് പിടിച്ചു. വാ മോളെ, ഇങ്ങനെ ഒരു പപ്പയുടെ മോളായിട്ട് ജനിക്കേണ്ടി വന്ന നിന്റെയൊക്കെ ഏറ്റവും വലിയ ശാപം. റീതാമ്മേ, ഇനി ഇവിടെ വന്ന് ഒരക്ഷരം പോലും സംസാരിച്ചേക്കരുത്, അറിയാലോ. റീതാമ്മ വാതിലിനടുത്തേക്കാണ് നടന്നുപോയി. പിന്നെ ടാനി 2 ചുവട് നിന്നിട്ട് തിരിഞ്ഞു നിന്നു. അതെ, റീതാമ്മാൻ്റെ പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾക്കറിയാം പപ്പ, അതാണ് സത്യമെന്ന്. അതെ, നീ എന്നോട് സംസാരിക്കാറായിട്ടില്ല, പോയിക്കോ വെളിയില്. സ്റ്റാൻലി വാതക്കളേക്ക് വിരൽ ചൂണ്ടി. അങ്ങനെ അവർ 2 പേരും കൂടെ വാതിൽ കടന്ന് അങ്ങോട്ട് പോയി. ഇടനാഴി വെച്ച് ആന്റപ്പനെ കണ്ടു കഴിഞ്ഞപ്പോ റീതാമ്മ ചോദിച്ചു, അല്ല, എനിക്ക് അവളെ ഇന്ന് കണ്ടിട്ട് പോണം. ഏതാ ആന്റപ്പ അവളുടെ മുറി? ആന്റപ്പനൊന്നും മിണ്ടിയില്ല. പക്ഷെ മുറി അങ്ങോട്ട് ചൂണ്ടി കാണിച്ചു കൊടുത്തു. അലീന കുളി കഴിഞ്ഞു വന്ന് വേഷം മാറി ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. നനഞ്ഞു പിഴിഞ്ഞ് വസ്ത്രങ്ങൾ അവള് പുറത്തുകൊണ്ടേ വിരിച്ചിടാനായിട്ട് എടുത്തുകൊണ്ട് വരുമ്പോഴാണ് വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ടത്. അലീന പോയി കതവ് തുറന്നു. അലീനയ്ക്ക് പരിചയമില്ല. മധ്യവയസ്കയായ സ്ത്രീയും പിന്നെ ജീൻസ് ടീഷർട്ടും ഒക്കെ ധരിച്ചൊരു പെൺകുട്ടിയും. അവളുടെ മുഖം കണ്ട അലീനയ്ക്ക് കൗതുകമായി. തന്റെ മോച്ചായ പോലെ ഏകദേശമൊക്കെ ഒരു സാമ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. റീതാമ്മ അലീനെ അടിമുടിയും നോക്കി. ആദ്യം ഓരോ അന്താളിപ്പാണ് അവൾക്ക് തോന്നിയത്. സ്റ്റാൻലിയുടെ അമ്മയെ റീതാമ്മ വളരെ മുമ്പ് കണ്ടുള്ളതാണ്. ഇനി സംശയത്തിന് അടിസ്ഥാനം വിടുന്ന റീതാമ്മയ്ക്ക് മനസ്സിലായി. എന്താ നിന്റെ പേരെന്നൊക്കെ അധികാരസ്ഥലത്തിൽ ചോദിച്ചു. അലീന പേര് പറഞ്ഞു. സ്റ്റാലിയുടെ പേരിലുള്ള സ്വത്ത് മോച്ചിറങ്ങി തിരിച്ചിരിക്കല്ലേ അല്ലേടി. പക്ഷെ ഒന്ന് നീ ഓർത്തോ, 90 ദിവസം നീ ഇവിടെ തേക്കില്ല. റീതാമ്മ പറഞ്ഞൊന്നും ഇതുവരെ തെറ്റിയിട്ടില്ലെന്ന് മനസ്സിലാക്കിയോ? ആരാണെന്ന് മനസ്സിലായില്ലല്ലോ. അലീനയ്ക്ക് ഒരമ്പരപ്പുണ്ടായിരുന്നു. മനസ്സിലാക്കി തരാം, അധികം വൈകാതെ തന്നെ. അതും പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ട് തിരിഞ്ഞു നടക്കുകയാണ്. ഒരമ്പരപ്പിലായിരുന്നു അലീന. ആരാ, എന്താ ഇങ്ങനെ വന്നിട്ട് തന്നോട് ദേഷ്യപ്പെട്ടിട്ട് പോകുന്ന എന്താ? അതിന്റെ കാരണമൊന്നും അലീനയ്ക്ക് അറിയണ്ടായിരുന്നില്ല. പക്ഷെ അലീനയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, അവർക്ക് തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ലെന്നുള്ള കാര്യങ്ങളൊക്കെ. അതിന്റെ കഥകളൊക്കെ നമ്മൾ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കണേ. അപ്പം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോവലിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കഥ പറയണേന്ന് കേട്ടോ. അപ്പൊ ഇതിന്റെ ബാക്കി കാണാനായിട്ട് താല്പര്യമുള്ളവര് നാളെ ഉച്ചയ്ക്ക് ചാനലത്തിൽ സെർച്ച് ചെയ്താൽ മതി കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.